ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 244/2023 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2023 ഡിസംബർ 23 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യപേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ എയിം4 PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യപേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എയിം4 PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ് കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 51ാമത്തെ ചോദ്യം, 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? അപ്പം അതായത് ചോദ്യം എന്താണ്? 3/12 എന്ന ഭിന്നസംഖ്യയുടെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 1 കിട്ടും. അത് ഏത് നമ്പർ ആണെന്നാണ് നമ്മൾ കണ്ടുവെത്തേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഏത് നമ്പറാണ് ആഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ 3/12 എന്ന് പറയുന്ന ഈ സംഖ്യയെ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പം നമുക്കറിയാം ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇവിടെ വേണം കണ്ടുപിടിക്കേണ്ട സംഖ്യ ഈക്വൽ ടു 1 ഓൾറെഡി ഇവിടെ ഉണ്ട്, -3/12. അതായത് ഇവിടെ 3/12 എന്ന് പറഞ്ഞ പ്ലസ് ആണ്, അത് ഇപ്പുറത്ത് പോകുമ്പോൾ ഒന്നിൽ നിന്നും കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ LCM കാണണം. അപ്പോൾ നമുക്ക് LCM കണ്ടുവരുമ്പം ഇവിടെ 1 ആയതുകൊണ്ട് 12 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12 - 3/12. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12 നിന്നും 3 കുറയ്ക്കുകയാണെങ്കിൽ 9/12. അപ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ 9/12 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് നോക്കുക, നമുക്കിതിനെ വെട്ടി ചുരുക്കാൻ പറ്റുമല്ലോ. 9ഉം 12ഉം 3ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളെ നമ്മൾ 3 കൊണ്ട് ഹരിക്കാവുന്നതാണ്. അപ്പോൾ 9നെ 3 വെച്ച് ഹരിക്കുകയാണെങ്കിൽ 3 എന്ന് കിട്ടും. 12നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 4 എന്ന് കിട്ടും. 3/4. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 3/4 ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, 52ാമത്തെ ചോദ്യം. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 630 നീളമുള്ള ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നു എങ്കിൽ ശരാശരി വേഗത എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ മനസ്സിലോട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഓടി വരേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 630 മീറ്റർ നീളമുള്ള ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ. അപ്പോൾ ട്രെയിൻ എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്? അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 810. ഇനി എത്ര സമയം? ടൈം നമുക്ക് തന്നിട്ടുണ്ട് 9 മണിക്കൂർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക, എല്ലാം മണിക്കൂറിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ 630 എന്നുള്ളത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, സ്പീഡല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 810 ബൈ ടൈം എത്രയാണ്? 9. ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. അതായത് ആവറേജ് സ്പീഡ് എത്രയാണ്? 90 കിലോമീറ്റർ പെർ അവർ. അതായത് ഓപ്ഷൻ എ മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ് കവർ ചെയ്യുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 53ാമത്തെ ചോദ്യം, ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര?
അപ്പോൾ ഇതൊരു ഡയറക്ഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒരു ഡയറക്ഷൻ്റെ ഇത് വരച്ചു വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്കറിയാം ഇത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ ആദ്യം അങ്ങോട്ടാ അയാളുടെ സ്റ്റാർട്ടിങ് പോയിന്റായിട്ട് ഞാനിതിനെ കരുതുകയാണ്. ഈ പോയിന്റിൽ നിന്നും എത്രയാ 13 മീറ്റർ കിഴക്കോട്ടാണ് അയാൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 13 മീറ്ററാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ കിഴക്കോട്ട് പോകുമ്പം അയാളുടെ വലതുവശം ഇവിടെയും ഇടതുവശം ഇവിടെയുമാണ്. ഇനി നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ. അപ്പോൾ ഇടത്തോട്ട്, ഇതാണല്ലോ ഇടതുവശം, അപ്പോൾ ഇതാണ് ഇടതുവശം. അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ടാണ് പോയത്. അപ്പം അയാളുടെ ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ്, റൈറ്റ് സൈഡ് ഇവിടെയാണ്. എത്ര ഡിസ്റ്റൻസ് ആണ്? 11 മീറ്ററാണ് അയാൾ കവർ ചെയ്തത്. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ്, അതായത് ഈ വശത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് 5 മീറ്റർ നടന്നിരിക്കുന്നു. അപ്പോഴെന്താ, അയാളുടെ ഇടതുവശം ഇവിടെ, വലതുവശം ഇവിടെ. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. താഴോട്ട് വീണ്ടും ഒരു 5 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അയാളുടെ ഇടതുവശം വീണ്ടും 5 മീറ്റർ കവർ ചെയ്തു. ഇനി എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള അകലം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ത്രികോണം പോലെ വരയ്ക്കാൻ പറ്റും അല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പാർട്ടിലെയും ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാണണം. ഇവിടെ ഇത് മൊത്തം 13 ആണെന്ന് നമുക്കറിയാം. ഇനി ഈ മേളിലെ ഭാഗം എന്ന് പറയുന്നത് 5 മീറ്റർ ആണല്ലോ കവർ ചെയ്തത്. 13 നിന്നും 5 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കിട്ടും, അതായത് 8 മീറ്റർ ആണ് ഇവിടെയുള്ള പോർഷൻ. ഇനി അടുത്തത്, ഇവിടെ മൊത്തം 11 ആണെന്നറിയാം, ഈ ഭാഗം മൊത്തം 11 ആയിരുന്നെന്ന് അറിയാം. ഇവിടെ മൊത്തം നമ്മളിവിടെ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ 11 ആണെന്ന്. ഇവിടെ 11 ആണെന്ന് നമുക്ക് നേരത്തെ തന്നു. അയാൾ ഇങ്ങോട്ട് പോയത് എത്രയാണ്? 5 മീറ്റർ ആണ് അയാൾ കവർ ചെയ്തത്. അപ്പോൾ -5 ചെയ്യുമ്പോൾ നമുക്ക് 6 മീറ്റർ എന്ന് പറയും. അതായത് ആ ത്രികോണം പോലുള്ള ഭാഗം, ഞാൻ ആ ട്രയാങ്കിൾ പോർഷൻ കാണിക്കാം. അതായത് ഇത്രയും പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് 8 മീറ്ററും ഇവിടെ 6 മീറ്ററുമാണ് ഉള്ളത്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ട ഇക്വേഷൻ ഏതാണ്? പൈതഗോറസ് തിയറമാണ്. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ഇവിടെയും ഹൈറ്റ് ഇവിടെയാണല്ലോ. അപ്പം നമുക്ക് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസും ഓൾട്ടിറ്റ്യൂഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 പ്ലസ് 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. ഇവ രണ്ടും കൂടി കൂട്ടുമ്പോൾ റൂട്ട് 100 എന്ന് കിട്ടും. 100ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ് വരുന്നത്. അതായത് എന്താണ് ഉത്തരം? ഇവിടെ 10 മീറ്റർ ആണ് അകലം വരുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും ഇപ്പം അയാൾ നിൽക്കുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അതായത് നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ എ 10 ആണ് നമ്മുടെ ആൻസർ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇപ്പം ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 54ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണേ. അപ്പം നമുക്കത് ഒഴിവാക്കാം. ഇനി നമുക്ക് 55ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 55ാമത്തെ ചോദ്യം, ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ട്? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3249 തെങ്ങുകളാണ് ഉള്ളത്. അപ്പോൾ
ഇവ ഒരു തോട്ടത്തിൽ നട്ടിരിക്കുകയാണ്. അപ്പോൾ നിരയുടെ എണ്ണവും വരയുടെ എണ്ണവും തുല്യമാണ്. അതായത് ഇവിടോട്ട് എത്ര എണ്ണം ഉണ്ടോ അത്രയും തന്നെ ഇങ്ങോട്ടും ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്കതൊരു കാര്യം മനസ്സിലായി, ഇതൊരു സ്ക്വയർ പ്ലോട്ടാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ടെന്നാണ്. അപ്പം ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ടെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ എന്താണ് നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 3249 സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള മാർഗം ഇതാണ്. വലിയ സംഖ്യകളുടെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇതാ ഇങ്ങനെ. ഇതിൽ നമ്മളൊരു രീതി പറഞ്ഞൊരു ഡിവിഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ സംഖ്യയെ നോക്കുക, 3. അതെടുക്കാൻ പറ്റില്ല. 32 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 2ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. 32 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ തന്നിരിക്കുന്ന 32 ഒരു സ്ക്വയർ ആണോ എന്ന് നോക്കുക. അല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കുക. 32 താഴെ വരുന്ന സ്ക്വയർ 25ആണ്. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 ഇവിടെയും 5 നമ്മൾ കൊടുക്കണം. 5 × 5 ഇവിടെ 25. അപ്പോൾ ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ, അതായത് 32ൽ നിന്നും 25 കുറയ്ക്കുമ്പോൾ നമുക്ക് 7 ആണ് ലഭിക്കുക. ഇനിയും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 49നെ ഒരുമിച്ച് വേണം താഴോട്ട് ഇറക്കി എഴുതാൻ. അപ്പോൾ ഇത് 749 എന്നാകും. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപയോഗിച്ച ഇവിടെ 5 അല്ലേ നമ്മൾ കൊടുത്തത് ഈ ഭാഗത്ത്, ഈ 5ൻ്റെ ഇരട്ടി വേണം ഇവിടെ എഴുതാൻ. 10 എന്നാകും. മൂന്നാമതൊരു സംഖ്യ ഇവിടെ എഴുതും. അതായത് ആ സംഖ്യ കൊണ്ട് ഇവിടെ ഏത് സംഖ്യയാണോ കൊടുക്കുന്നത് ആ സംഖ്യ ഉപയോഗിച്ച് ഈ മൊത്തം സംഖ്യ നമ്മൾ ഗുണിക്കുമ്പോൾ ഇവിടെ കിട്ടണം. ഇവിടുത്തെ ഉത്തരമായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 7 കൊടുക്കുക. 7 × 107 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 749 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 7 കൊടുക്കുമ്പോൾ ഇവിടെയും 7 തന്നെ വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇത് 107 × 7 ചെയ്തപ്പോൾ നമുക്ക് 749 എന്ന് കിട്ടി. ശിഷ്ടമൊന്നുമില്ല, 0 വരുന്നത്. അതായത് 3249ൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എത്രയാണെന്ന് ചോദിക്കണേ? 57. അതായത് നമ്മുടെ ഉത്തരം 57 ആണ്. അപ്പോൾ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 57 തെങ്ങുകളാണുള്ളത്. അതായത് ഓപ്ഷൻ സി ആണ്, 57 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ നോക്കി കട്ട് ചെയ്യാൻ പെട്ടെന്ന് നോക്കാം. പക്ഷെ ഇവിടെ 3ഉം 7ഉം ഒക്കെ തന്നെയാണ് നമ്മുടെ ഓപ്ഷൻസിലെ യൂണിറ്റ് പ്ലേസിലുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 3ൻ്റെ 7ൻ്റെ ഒക്കെ സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 9 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ InfoPSC എന്ന ടെലിഗ്രാം ചാനലിൽ ഡെയിലി PYQ സെഷൻസും അതേപോലെ തന്നെ ന്യൂ SCERT ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും OMRൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 56ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? അപ്പോൾ ആ സംഖ്യയെ നമുക്ക് x ആയിട്ട് ഞാൻ എടുക്കുകയാണ്. സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x, പിന്നെ 6 മടങ്ങ് എന്ന് പറയുമ്പോൾ 6x. ഇവ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്നാണ്? 100 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പിന്നെ ചോദിച്ചിരിക്കുന്ന സംഖ്യയുടെ 3 മടങ്ങ് എത്ര എന്നാണ്. അപ്പോൾ ആദ്യം സംഖ്യ എത്ര, അതായത് x എത്ര എന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് 3 മടങ്ങ് കണ്ടെത്താം. അപ്പോൾ 4x + 6x ആഡ് ചെയ്യുമ്പോൾ 10x. 10x = 100. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 100/10 = 10. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 3x ആണ്. അതായത് 3 × എക്സിൻ്റെ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടി =30. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യം.
ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? കലണ്ടർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. ഇനി ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന എളുപ്പമാർഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ഇനി നോക്കേണ്ടത് ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. നവംബർ 30 ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് കഴിഞ്ഞ് നവംബറിലോട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അതായത് ഓഗസ്റ്റ് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞാലേ നവംബർ, അല്ലെങ്കിൽ 3 മാസം, മൂന്നാമത്തെ മാസമാണ് ഓഗസ്റ്റ് കഴിഞ്ഞുള്ള 3ാമത്തെ മാസമാണ് നവംബർ. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഇനിയും ഓഗസ്റ്റിലുള്ളതും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ മാസങ്ങളിലെ ദിവസങ്ങൾ തമ്മിൽ ആഡ് ചെയ്യണം. അതായത് നമുക്കിപ്പം ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ച തന്നിട്ടുണ്ട്. ഇനി ഓഗസ്റ്റിൽ മിച്ചമുള്ള ദിവസം എത്രയാ? ഓഗസ്റ്റിൽ 31 ദിവസമാണ് ഉള്ളത് മൊത്തം. 31 നിന്നും 1 കുറയ്ക്കുകയാണ് 30 ദിവസമാണ് വരുന്നത്. അതായത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, 31 - 1. ഇനി സെപ്റ്റംബറിൽ എത്ര ദിവസമാണുള്ളത്? 30 ദിവസമാണ് ഉള്ളത്. ഒക്ടോബറിലോ 31 ദിവസമുണ്ട്. നവംബറിൽ നമുക്ക് 30 അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 30 ദിവസം കണ്ടുപിടിക്കണം. ആ സമയം നവംബർ 15 16 അങ്ങനെ ഏതെങ്കിലും ഇടയ്ക്ക് ദിവസമായിരുന്നു, ഇടയിലുള്ള ദിവസങ്ങളാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ആ സംഖ്യയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 30ാമത്തെ ദിവസം ഏതെന്നല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന മാസത്തിൽ മിച്ചമുള്ള ദിവസങ്ങളും ഇതിൻ്റെ ഇടയ്ക്കുള്ള മാസങ്ങളിൽ എത്ര ദിവസമുണ്ടോ അതുമാണ് ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം എനിക്ക് 121 എന്ന് കിട്ടും. ഇനി ഇതിൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? 121നെ ഞാൻ 7 വെച്ച് ഹരിക്കണം. അതിൽ ശിഷ്ടമായി വരുന്ന സംഖ്യയാണ് ഒറ്റ ദിവസങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുന്നത്. അപ്പോൾ 7നെ ഒരു തവണ ചെയ്യുമ്പം 7. അപ്പോൾ ഇതിനെ ഞാൻ ഹരിക്കുമ്പോൾ 1 17 7 51 7 തവണ 49 എന്ന് വരും. നമുക്ക് 2 ശിഷ്ടമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1 ചൊവ്വയാണ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വയുടെ കൂട്ടത്തിൽ ഈ 2 ശിഷ്ടം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 2 ദിവസം കൂടി കഴിയണം. അതായത് ബുധൻ, വ്യാഴം, അതായത് നവംബർ 30 എന്നാണ് വ്യാഴാഴ്ച. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഈ ചോദ്യത്തിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന, അതായത് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് നമ്മൾ നോക്കുക. അത് കഴിഞ്ഞ് മിച്ചം എത്ര ദിവസം ആ മാസത്തിലുണ്ടെന്ന് നോക്കുക. തുടങ്ങുന്ന മാസം, ആ മാസത്തിൽ മിച്ചമുള്ള ഡേറ്റുകൾ എത്ര എണ്ണം ഉണ്ട് അത് എഴുതുക. ഇതിൻ്റെ ഇടയ്ക്കുള്ള കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മാസങ്ങൾക്കിടയിലുള്ള മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് അവയും എഴുതുക. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഏത് ഡേറ്റ് ആണോ അത്രയും എഴുതുക. തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 7 ഉപയോഗിച്ച്, അതായത് ഒറ്റ ദിവസം കണ്ടെത്താൻ വേണ്ടി 7 ഉപയോഗിച്ച് ഹരിക്കുക. ഹരിക്കുമ്പോൾ നമ്മൾ ശിഷ്ടം എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ദിവസവുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ദിവസമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 58ാമത്തെ ചോദ്യം. 587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, സാധാരണ പലിശയാണ് ഇവിടെ കണക്കാക്കുന്നത്. ഒരു സാധാരണ പലിശ കൂട്ടണമെങ്കിൽ നമ്മളതിനെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100 എന്ന് പറയുന്ന ഇക്വേഷനായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന നിക്ഷേപിക്കുന്ന തുക. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? 587 രൂപയാണ് നിക്ഷേപിച്ചത്. ഇനിയും നമുക്ക് എന്താണ് അടുത്ത് തന്നിരിക്കുന്നത്? എന്നെ തന്നിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്? എന്നു പറഞ്ഞ് 5 വർഷത്തേക്കാണ് നിക്ഷേപിച്ചതെന്ന് പറയുന്നുണ്ട്. ഇനി 5 വർഷം പൂർത്തിയായപ്പോൾ എന്താ? പലിശയും മുതലും തുല്യമായി. അപ്പോൾ മുതൽ എത്രയായിരുന്നു? 587 ആണ്. അപ്പോൾ പലിശ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും വരുന്നത്? 587 രൂപയാണ്. ഇനി പക്ഷേ ഇവിടെ ഒരാളെ തന്നിട്ടില്ല. എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല.
അപ്പോൾ നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന ഈ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ഈ ആറിനെ കണ്ടെത്തണം. അതിനുശേഷം വേണം നമുക്ക് 100 രൂപ ഇതേ പലിശയിൽ ഇതേ പലിശ നിരക്കിൽ കൊടുക്കുകയാണെങ്കിൽ എത്ര കിട്ടുമെന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം റേറ്റ് കണ്ടുപിടിക്കാം. അപ്പം 587 ഇതാണല്ലോ നമുക്ക് മുതലായിട്ട് പലിശയായിട്ട് കിട്ടിയത്. = P 587 ഇതാണ് നമ്മൾ മുതലായിട്ടിട്ടത് ഇൻറ്റു n എന്ന് പറയുന്ന 5 ഇൻറ്റു R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതേപടി ഞാൻ കൊടുത്തു ബൈ 100. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം 587 ഇൻറ്റു ഈ 100 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും 100 ബൈ ഇവ രണ്ടും താഴത്തേക്ക് വരുന്നു 587 ഇൻറ്റു 5 = റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 587 ക്യാൻസലാകും. 100നെ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 20% നമ്മുടെ പലിശ നിരക്ക് വന്നിരിക്കുന്നത്. ഇനിയും അടുത്ത നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. PNR ബൈ 100 എന്ന്. എത്രയാണ് മുതൽ? 100 രൂപ. എത്ര വർഷത്തേക്കാ? ഒരു വർഷത്തേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലിശ നിരക്ക് എത്രയാണ്? 20% ബൈ 100. ഇവ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 20 രൂപയായിരിക്കും നമുക്ക് പലിശയായിട്ട് ലഭിക്കുക. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 59ാമത്തെ ചോദ്യം. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് ചോദ്യം. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്? ഗേൾസിന് ഞാൻ G എന്നാണ് കൊടുക്കുന്നത്, പെൺകുട്ടികൾക്ക് G എന്ന് കൊടുക്കുക. 126 പേരുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പെൺകുട്ടികളും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം, അതായത് ഗേൾസിന് ഞാൻ G എന്നും പെൺകുട്ടികൾക്ക് G എന്നും ബോയ്സിന് B എന്നും കൊടുത്തു. അവർ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:5. അതുകൊണ്ട് എനിക്ക് ഇവിടെ 3x എന്നും 5x എന്നും ഞാൻ എളുപ്പത്തിന് കൊടുക്കുകയാണ്. റേഷ്യോസ് ആണല്ലോ, റേഷ്യോകൾ മാറ്റി 3x 5x എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? അതിൻ്റെ വരുന്നത് 3x ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് 126 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും x എന്ന് പറയുന്നതിനെ നമുക്ക് കണ്ടെത്താം. 126/3 = 42. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബോയ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബോയ്സ് B എത്രയാണ്? 5x ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 5 × 42 5 × 42 ഇത് ചെയ്യുമ്പം 210 എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ബോയ്സ് 210 എന്ന് കിട്ടി. ഇനി എന്തായിരുന്നു നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചാടി കയറി ഓപ്ഷനിൽ 210 ഉള്ളതുകൊണ്ട് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടം കൊണ്ടല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആൻസർ. ഫൈനൽ ആൻസർ ഇതല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ബോയ്സ് മൈനസ് ഗേൾസ്, നമ്പർ ഓഫ് ബോയ്സ് മൈനസ് ഗേൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 210 - 126 = 84 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അതായത് ഓപ്ഷൻ ബി 84 ആണ് നമ്മുടെ ഉത്തരം. അതായത് ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 84 കൂടുതലാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 60ാമത്തെ ചോദ്യം. 75/3 - 25/3 the whole divided by 75² plus 75 × 25 plus 25². അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി ബേസ്ഡ് ചോദ്യമാണ്. ഐഡൻറ്റിറ്റി ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ വെച്ചാലേ ഉള്ളൂ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. 75/3 - 25/3 the whole divided by 75² plus 75 × 25 plus 25². അപ്പോൾ
ഇതിനെ ഞാൻ ഐഡൻറ്റിറ്റി ഫോമിലോട്ട് എഴുതുക. അതായത് എ എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുക, ഞാൻ 75 ആയിട്ടും ബി എന്ന് പറയുന്ന മറ്റൊരു ആൽഫബറ്റിനെ ഞാൻ 25 ആയിട്ടെടുത്തു. അപ്പം 75ൻ്റെ സ്ഥാനത്ത് എയും തിരിച്ച് 25ൻ്റെ സ്ഥാനത്ത് ബിയും കൊടുത്ത് നമുക്ക് ഐഡൻറ്റിറ്റി രൂപത്തിലാക്കി എഴുതാം. അതായത് ഇങ്ങനെയാണ് വരിക ഐഡൻറ്റിറ്റി: എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന രീതിയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മേളിൽ ന്യൂമറേറ്റർ പാർട്ടിലെ അംശഭാഗത്തെ ആ ഇക്വേഷനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം, വലുതാക്കാം. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഇക്വേഷനെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ആരാണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നോക്കൂ, താഴെ മേളിലും ഒരേ ഇക്വേഷൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ എനിക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ, ഇവരെയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി ആരാ മിച്ചമുള്ളത്? എ മൈനസ് ബി. അപ്പോൾ ഈ ഇക്വേഷൻ ഇല്ലേ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതിൽ ഞാൻ പറഞ്ഞിരുന്നു എയും ബിയെയും ഞാൻ എക്ക് 75 ബിക്ക് 25 വാല്യൂ കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് തന്നിരുന്ന 75നെ ഞാൻ എ ആയിട്ടും 25നെ ബി ആയിട്ടും എടുത്തു. ഇവിടെ ഞാൻ അവയെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 75 മൈനസ് 25 ഈക്വൽ ടു 50. അതായത് ഓപ്ഷൻ ഡി 50. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇക്വേഷൻ കാണുമ്പം ഒരു തുടക്കക്കാരെന്ന രീതിയിൽ എല്ലാവരും ചെയ്യുക, 75ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കും, 25ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കും, താഴെയുള്ള 75ൻ്റെ സ്ക്വയറും 25ൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കുന്നു, 75 × 25 ചെയ്യുന്നു, തമ്മിൽ ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോകുന്നു. സമയം പോണ ഒരു ചോദ്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഈ ഐഡൻറ്റിറ്റി പഠിച്ചു വെക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി, അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, ആ ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഫോം പഠിച്ചു വെക്കേണ്ടതാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഫോം. ആ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഫോം അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതേപോലെയുള്ള ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്താവുന്നതാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എ മൈനസ് ബി എന്ന് പറയുന്നതിൽ മിച്ചമുള്ള ഭാഗത്തിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി. അപ്പോൾ ഈ ചോദ്യവും മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.